പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയില്ല, നിങ്ങൾ പറയും വാ നമുക്ക് ആൾക്കാർ നടക്കാമെന്ന് പറയുമ്പോൾ ആ സാധാരണ രീതിയിൽ പോയിക്കോളും. പക്ഷെ നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് വിവരമില്ലാത്തവരാണ്. മായും മോയി പറയോ, മാമക്കോയാണെങ്കിലും ഷൂർഖാനും നിൻ്റെ കൂടെ ഡ്രഗ് അടിച്ച് നടക്കണില്ലേ, പെണ്ണുങ്ങൾ വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. ബോധമില്ലാണ്ട് ചെയ്തിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് അത് ക്രിസ്ത്യാനിറ്റി അല്ല. ക്രിസ്ത്യാനിറ്റിനെ നിങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ റോമൻ കാത്തലിക്സ് ക്രിസ്ത്യാനിറ്റി അല്ല. എന്ന് വെച്ചാൽ വിപരീതം ചെയ്യണത്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന തന്തേ തള്ളേനും കേട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിക്കണവർ, ഫ്രോഡ് ജോലി ചെയ്യണവർ. എന്നിട്ട് അതിൽ ഉരുണ്ട് കളിച്ച് തെറ്റിൽ ഉരുണ്ട് കളിച്ച് പെട്ടെന്ന് വയസ്സാകാലത്ത് മാത്രം അതിനേക്കാളും മുമ്പേ ചാവർ. എന്നിട്ട് അത് എങ്ങനെ പിടിച്ച് നിൽക്കലാവും, എങ്ങനെ അത് ആൾക്കാർ ഇതുള്ളതാവും, ആൾക്കാർ ഇതില്ലാത്തത്. പെണ്ണുങ്ങൾ, ഹിജടകൾ, പുരുഷന്മാരെല്ലാം ഡ്രഗ് അടിച്ച് നടക്കണല്ലേ, തമ്മിൽ കൊല്ലിക്കണ രീതിയിൽ സംസാരിച്ചിട്ട് അതെങ്ങനെ ആൾക്കാർ ഇതുള്ളതാവും. സാധാ രീതിയിൽ സാധാ പേരുകൾ സംസാരിക്കുക. നിങ്ങൾ വേറെ എല്ലാവരും വെടിയുടെ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? സാധാ ഇങ്ങനെ നിങ്ങൾ വേറെ വല്ലവരും പേര് വിളിച്ചാൽ മാമക്കോയ കം ഹിയർ എന്നാണ് പറയാ. അതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഷാറുഖ് ഖാൻ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ആക്ടേഴ്സോ ഫേക്ക് ആക്ടേഴ്സിനെ കുറിച്ചോ ഫേക്ക് പേരുകളെ കുറിച്ചോ എന്നോട് മുഖത്തൊക്കെ ആരും വിളിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ ഞാൻ. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം വേറെ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾ ഉള്ള കാര്യം മനസ്സിലാക്കാൻ പഠിക്കുക. ഈ ഹിന്ദുസും റോമൻ കാത്തലിക്സും മുസ്ലിംസും വിപരീതം ചെയ്യണവരാണ്, റിലീജിയൻ ചെയ്യണവരാണ്. തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടുപ്പിച്ച് കൊന്നിട്ട് ചൂറ്റിപ്പോയ റോമൻ കാത്തലിക്സും സീജറോയും ഗ്ലീഷോയും കുറേ മൂത്തവനെന്ന വ്യത്യാസം അറിയില്ലേ. മൂന്നാമത് 7ാമത് കുറേ കുശുമ്പ് കൊഞ്ചി വെച്ചിട്ട് ഡ്രഗ് അടുപ്പിച്ച് കൊന്നിട്ട് നമുക്ക് ആൾക്കാരായിട്ട് ഇതാവെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ അർത്ഥത്? വല്ല മുസ്ലിംസും ഹിന്ദുസും വക്കീൽമാർ പറയും, വക്കീൽമാർ വല്ല ഡ്രഗ് അടിച്ച് നടക്കണല്ലേ. വക്കീൽമാർ ഡ്രഗ് അടിച്ച് കഴിഞ്ഞിട്ട് കുറേ കൊല്ലിച്ച് നടന്നിട്ടാവും പറയണേ ഇത് എവിടത്തെ അർത്ഥമാണ് അവർ ചോദിക്കുന്നത്. ഇതങ്ങനെയല്ല. അത് പറയാം നിൻ്റെ വെടുത്ത ഇവിടെ വരണില്ല. അവർ ചിലപ്പോൾ ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ആവും. ക്രിസ്ത്യാനിറ്റി പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻസ്, യഹൂദി ക്രിസ്ത്യൻസിനകത്ത് അധികം വക്കീൽമാരില്ല, ആത്മഹത്യ ചെയ്യണവരില്ല. അതാ ഞാൻ പറഞ്ഞു, ഹിന്ദി കുട്ടികളുണ്ട്, മലയാളി MDMA CPIM BJP. നിങ്ങളെന്ത് വെടുത്തം മലയാളത്തിൽ വൃത്തിയോടെ പറയിപ്പിച്ചത്? എന്നോട് ആ വൃത്തിയോടെ പറയിപ്പിച്ചിട്ടുള്ളേ നിങ്ങൾ കേട്ടിട്ട് പറയും. അപ്പോൾ ഹിന്ദിക്കാർ അതന്നെ പറയും. എന്ന് വെച്ചാൽ ഹിന്ദി കുട്ടികൾ ആ തന്തയുടെ തള്ളയുടെയും വെടുത്തം കേട്ട് പറഞ്ഞ് മൂട്ടിന്ന് വിട്ട് നടന്നവരാണ് വായിക്കോടെ. ഹിന്ദി കുട്ക എന്ന് പറഞ്ഞാൽ ഹിന്ദു കുട്ക, മലയാളി MDMA യു മാറ്റി അയ്യ്. അവർ തമ്മിൽ കൊല്ലിച്ച് നടന്നത് എങ്ങനെയാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കണത്? എങ്ങനെയാണ് ദൈവങ്ങളാണ് ഇവിടെ. യഹോവ ഒരു അന്നേ തൊട്ട് അധിഷ്ഠിതമായ കാര്യങ്ങൾ നിറവേറ്റാൻ നടക്കുമ്പോൾ സ്നേഹമാണെങ്കിലും ഏതാണെങ്കിലും അത് നിലനിന്ന് അധിഷ്ഠിതമായി പോകുമ്പോഴാണ് ദൈവമാവുന്നത്. അല്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് അവർ പറയാം എന്നെ കുടിച്ച് ഡ്രഗ് അടിച്ച് കൊല്ലിച്ച് എന്നെ ഇല്ലാണ്ടാക്കി, നീയാണ് എൻ്റെ ദൈവം, താങ്ക് യു എന്ന് പറയുമോ നീ? അതിനാണ് പിടിച്ചിക്കലിൻ്റെ തെറ്റിദ്ധാരണ കാണിക്കുന്നത്. ആൾക്കാർക്ക് ഇതുള്ളതല്ല, ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലല്ല, മിസ്കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ തന്തയും തള്ളി പിടിച്ച് നിന്നിട്ടുള്ള ഒരു ബോധമില്ലേ നിങ്ങൾക്ക്? എന്താ ഉള്ളൊരു ബോധം മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലേ? യേശു അങ്ങനെയല്ല. യേശുവിനെ വരെ എല്ലാവരും പെണ്ണുങ്ങളൊന്നും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ യേശു അല്ല. യേശു എന്ന് പറഞ്ഞാൽ ആ രൂപത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. പക്ഷെ അല്ല, അതൊരു പ്രത്യേക രീതിയിലാണ് വന്നേക്കണേ. പ്രത്യേക രീതിയിൽ വരുമ്പോഴാണ് അതിനൊരു ഖ്യാതി വരുന്നത്. അല്ലെങ്കിൽ വേറെ ഒരു ഡ്രഗ് അടിച്ച് നടന്നവരാണ്, ബോധമില്ലാണ്ട് നടക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു അടിയേറ്റ് അവിടെ വീഴും. അവരാരും ഒന്നും പറയാൻ പോവില്ല. കുടിച്ച് അടിച്ച് നടക്കാൻ ചത്തു കൊല്ലിച്ച് നടന്നു പറയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏത് ചെഗുവേര, ഏത് കാറൽ മാർക്സ്, നിരീശ്വരവാദം കൊണ്ട് നടക്കണ കാറൽ മാർക്സ്, ബോബ് മാർലി എന്തിട്ടൊക്കെ കൊണ്ട് നടക്കണം എനിക്ക് തന്നെ അറിയില്ല.